السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യങ്ങളേറെ നിറഞ്ഞ റമളാനിലെ മഅ്ഫിറത്തിൻ്റെ പത്തിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ മഅ്ഫിറത്തിൻ്റെ പത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് അമലിനെ പറ്റിയാണ്. ഈ മഅ്ഫിറത്തിൻ്റെ പത്തിൽ, പാപങ്ങൾ പൊറുക്കുന്ന ഈ പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് അമലുകൾ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഇതിൻ്റെതായ സമയങ്ങളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളുമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, പകർത്താൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആദ്യത്തെ അമല്, ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മുത്തബിഅസ്സുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല നോമ്പ് തുറക്കുന്ന സമയത്ത് എപ്പോഴും പതിവാക്കിയ ഒരു ദുആ. ഈ ദുആ മതി നമുക്ക് ഈ നോമ്പിനെ മുതലെടുക്കാൻ. വേറൊരു അമലും നമ്മൾ ചെയ്യണ്ട. ഈ ദുആ ഉണ്ടാൽ തന്നെ അവൻ വിജയിയാണ്. അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ വിജയിയാണ്. പിന്നെ അവൻക്കൊരു കട ഉണ്ടാവില്ല, അവനക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇടങ്ങേറുണ്ടാവില്ല. എല്ലാം ഈ അമലോടുകൂടി, ഈ ദുആഓടുകൂടി എല്ലാം തീർന്നു മുഅ്മിനീങ്ങളെ. അത്രയും പവർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ദുആ. നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത്. അന്യമതസ്ഥര് പോലും അത്ഭുതത്തോടെയാണ് നമ്മൾ ഈ നോമ്പിനെ നോക്കിക്കാണുന്നത്. അത്ഭുതത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് സുബ്ഹി മുതൽ മഗ്‌രിബ് വരെ എങ്ങനെയാണ് അവർ ഭക്ഷണങ്ങളില്ലാതെ, ഒന്നും കഴിക്കാതെ അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ഇതിനുള്ള ആഫിയത്ത്, ആരോഗ്യം എങ്ങനെയാണ് അവർക്ക് ഉണ്ടാകുന്നത് പറഞ്ഞിട്ട്, അങ്ങനെ ചിന്തിച്ചിട്ട് അന്യമതസ്ഥർ പോലും അത്ഭുതത്തോടെയാണ് മുഅ്മിനീങ്ങളെ നമ്മളെ നോമ്പിനെ അവർ നോക്കിക്കാണുന്നത്. അല്ലാഹു നമുക്ക് നൽകിയത് വലിയ നിഅമത്താണ്. അന്നപാനീയങ്ങളില്ലാതെ, ഭക്ഷണങ്ങളില്ലാതെ സുബ്ഹി മുതൽ മഗ്‌രിബ് വരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയത് ഏറ്റവും വലിയ നിഅമത്താണ്. അതിന് അല്ലാഹു നമ്മൾ ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ നോമ്പിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു നോമ്പ് നിഷ്ഠിച്ചൊരു മനുഷ്യനെ ഒരു ചിന്തിക്കുകയാണ്, അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് എനിക്ക് ഭക്ഷണം വേണ്ടാഞ്ഞിട്ടല്ല, എനിക്ക് വെള്ളം വേണ്ടാഞ്ഞിട്ടല്ല, അത് എടുക്കാനോ കുടിക്കാനുള്ള ആഫിയത്ത്, ആരോഗ്യം എനിക്കില്ലാഞ്ഞിട്ടല്ല, നിന്നെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, നിന്നെ വഴിപ്പെട്ടുകൊണ്ട് അല്ലാഹ് നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് അനുഷ്ഠിച്ചത്. അല്ലാഹ് നീ സ്വീകരിക്കണം, നീ കബൂലാക്കണേ അല്ലാഹ് എന്ന ദുആ ആണ് മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. ഓരോരുത്തരും മനസ്സിൽ തട്ടി നമ്മൾ ദുആ ചെയ്യണം. നോമ്പ് മുറിക്കുന്ന സമയത്ത് എവിടെ നമുക്ക് ദ്വാരക്കാൻ സമയം, എവിടെ ചൊല്ലാൻ സമയം, ദിക്ർ ചൊല്ലാൻ സമയോടെ. ഇപ്പൊക്കെ എന്താണ്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണങ്ങളുടെ ഭക്ഷണ മത്സരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് ഫെസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പത്തെ നോമ്പ് തുറനെ പറ്റി പറഞ്ഞാൽ ഫുഡ് ഫെസ്റ്റ്. എളീമാൻ്റോടുള്ളതിനേക്കാളും ഞമ്മക്ക് വേണം, അല്ലെങ്കിൽ മൂത്താപ്പാൻ്റോട് അന്ന് കഴിച്ച നോമ്പ് തുറക്കാട്ടിയും പലഹാരം നമ്മളെ വിഷമം വേണം, നമ്മളെ നോമ്പ് തുറക്കുക. അതല്ല ഇന്നത്തെ മത്സരം. അതിനെക്കാട്ടി 2 ഇരട്ടി ജ്യൂസ് നമുക്ക് വേണം, അതിനെക്കാട്ടി 2 കപ്പിൽ ജ്യൂസ് നമുക്ക് വേണം. വെറൈറ്റികൾ വേണം. ഇന്നത്തെ നോമ്പ് തുറക്ക അങ്ങനെയായി മാറി, ഒരു ഫുഡ് ഫെസ്റ്റ് ആയി മാറി.
അപ്പൊ എവിടെയാണ് നമുക്ക് ദുആ ചൊല്ലാൻ സമയം, ദിക്ർ ചൊല്ലാൻ സമയം? എവിടെയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ? നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നോമ്പ് നോൽക്കുന്ന സമയത്ത്, നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത്, ആ ഈത്തപ്പഴം അങ്ങ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മധുരവത അകത്തേക്ക് എത്തുന്നതിന് മുമ്പ്, അതിൻ്റെ മധുരവത അകത്തേക്ക് എത്തുന്നതിന് മുമ്പ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യാറുള്ള ദുആ അതാണ് ഇൻഷാ അല്ലാഹ്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന അമല്, എല്ലാ ദിവസവും ഇനിയുള്ള മഗ്ഫിറത്തിന്റെ പത്തില് നമ്മൾ ആ ദുആനെ നമ്മൾ കൊണ്ടുവരണേ. നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മൾ നോറ്റ നോമ്പിനെ അല്ലാഹു സ്വീകാര്യമാക്കാൻ, നമ്മളെ കടങ്ങൾ വീടാൻ ഇൻഷാ അല്ലാഹ് ഈ ദുആഇനെ നീ ദുആ ചെയ്തു നോക്ക്. നിന്റെ പാരിച്ച കടമുണ്ടല്ലോ, നീ വീടില്ല എന്ന് പറഞ്ഞോ, നീ ചിന്തിച്ചു പോയ കടമുണ്ടല്ലോ, അല്ലാഹു അത് വീട്ടിത്തരും. നിന്റെ മാനസികമായ പ്രയാസമുണ്ടല്ലോ, ശാരീരികമായ തളർച്ചകളില്ലേ, രോഗങ്ങളില്ലേ, മാരകമായ രോഗങ്ങളില്ലേ, ആ രോഗങ്ങൾക്ക് വലിയ ശിഫാ ലഭിക്കാൻ ഈ ദുആഇനെ നീ നോമ്പ് തുറക്കുന്ന സമയത്ത് നീ കൊണ്ടുവാ. അല്ലാഹു പാപങ്ങൾ പൊറുക്കും, അല്ലാഹു പാപം പൊറുക്കും. ഏതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതോടൊപ്പം നമുക്ക് ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്തിഗ്ഫാർ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പറയുന്നതിന് മുമ്പ്, ദിക്റിലേക്ക് അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ആളുകളാണ് നമ്മൾ മജ്ലിസിലേക്ക് സ്ഥിരമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥിരമായി ബന്ധപ്പെടുന്ന ആളുകൾ, തങ്ങളെ ഇനി എന്നാണ് തങ്ങൾ കൺസൾട്ടിങ് ഉള്ളത്, ഇനി എന്നാണ് തങ്ങളെ നോട്ടമുള്ളത്, ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്, ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളുണ്ട്, എന്നാണെന്ന് നേരിൽ കാണാൻ പറ്റുക, നേരിട്ട് വരാൻ പറ്റുന്ന സമയം എപ്പോഴാണ്, ദിവസം എപ്പോഴാണെന്ന് ചോദിച്ച് വിളിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരേണ്ടത് ഇനി കൺസൾട്ടിങ്ങിലത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ബുക്ക് ചെയ്യാതെ ആരും വരരുത്. കാരണം ദൂരഭാഗത്തു നിന്ന് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നോമ്പാണ്, നോമ്പല്ലാത്ത സമയത്തും ബുക്ക് ചെയ്യാതെ വരരുത്. ദൂരഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്യാതെ വന്നാൽ ബുക്ക് ചെയ്ത ആളുകളെല്ലാം കഴിഞ്ഞിട്ട് കൺസൾട്ടിങ്ങിനുള്ള സമയം അനുവദിക്കും. അപ്പം നിങ്ങൾക്ക് നാട്ടിലെത്താനും സമയം വൈകും. ഇവിടെ കൺസൾട്ടിങ് ഇത്രയും ടൈം ഇവിടെ വെയിറ്റും ചെയ്യേണ്ടി വരും. ഇത്ര വലിയ ബുദ്ധിമുട്ടാകും. കുറേ ആളുകളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുന്നൊരു മജ്ലിസ് ആയതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. അള്ളാഹു നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ, അള്ളാഹു ബുദ്ധിമുട്ടുകളെ തീർത്തു തരട്ടെ. അള്ളാഹു വലിയ സമാധാനം, മനസ്സമാധാനം അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണേ. അള്ളാഹ് ഇത്ര പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവെ വലിയ കാവൽ അള്ളാഹ് നീ നൽകണേ. അള്ളാഹ് വലിയ സംരക്ഷണം നീ നൽകണേ. അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തോളണേ. അള്ളാഹ് കാത്തു സംരക്ഷിക്കണേ. അള്ളാഹ് കാത്തു സംരക്ഷിക്കണേ. അള്ളാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആയിലേക്ക് കടക്കാം. ആ രണ്ട് അമൽ ഏതാണ് ആ ദുആ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ദുആ ചെയ്യാറുള്ള ദുആ, ഈത്തപ്പഴത്തിന്റെ മധുരം അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ദുആ ചെയ്യാറുള്ള ദുആ ഏതാണ്? ആ ദുആ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങൾ ദുആ ചെയ്യണേ. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ ദുആ ചെയ്യണേ. ദുആ ചെയ്താൽ അല്ലാഹു പാപങ്ങളെ പൊറുക്കും. പാപങ്ങൾ പൊറുക്കുന്ന പാപങ്ങൾ പൊറുക്കുന്ന പത്തില്, മഗ്ഫിറത്തിന്റെ പത്തില് നമ്മളെ ജീവിതത്തിൽ വന്നുപോയ വൻപാപങ്ങള്, ചെറുപാപങ്ങൾ അല്ലാഹു പൊറുത്താൽ പിന്നെ നമ്മൾ വിജയികളാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മളെ പാപം പൊറുത്താൽ തന്നെ നമ്മൾ വലിയ വിജയികളാണ്. പിന്നെ അവൻക്ക് കടണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പ്രയാസങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പ്രയാസം ഉണ്ടാവൂല, അവൻ പറയൂല. കാരണം നമ്മളെ പാപങ്ങൾ പൊറുത്താൽ തന്നെ അല്ലാഹു
നമുക്ക് മഗ്ഫിറത്ത് ചെയ്താൽ പിന്നെ അവന്റെ പേരെന്താ? അവൻ വിജയി എന്നാണ്. അവൻ വിജയിച്ചു എല്ലാം കൊണ്ട്, അല്ലെങ്കിൽ അവൾ വിജയിച്ചു. അവളിത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ പാപങ്ങൾ അല്ലെങ്കിൽ അവളുടെ പാപം പുറത്തു കഴിഞ്ഞാൽ, ഈ ദുആഇനെ കൊണ്ട് പാപം പുറത്തു കഴിഞ്ഞാൽ അവൾ അല്ലെങ്കിൽ അവൻ വിജയിച്ചു എന്ന മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ദുആഇനെ നിങ്ങൾ കൊണ്ടുവരണം. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറനി. ഈ ദുആഇനെ നിങ്ങൾ കൊണ്ടുവരണം. ഏതാണ് ആ ദുആ? ഒന്നും കൂടി നോക്കിക്കോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറനി. ഈ ദുആഇനെ നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ അന്നപാനീയങ്ങൾ, സംസം കൊണ്ട് നോമ്പ് തുറക്കുന്ന ആളുകൾ, കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്ന ആളുകൾ, വലിയ സുന്നത്താണ്, വലിയ അഫ്ളലായിട്ടുള്ള സുന്നത്താണ് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക. സംസം കൊണ്ട് നോമ്പ് തുറക്കുക വലിയ അഫ്ളലായിട്ടുള്ള സുന്നത്താണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. നിങ്ങൾ കാരക്കയുടെ, ഈത്തപ്പഴത്തിന്റെ ആ ഒരു കഷ്ണം അതാ വായിലേക്ക് വെക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറലി. ഈ ദുആഇനെ കൊണ്ടുവാ. ഈ ദുആഇനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പാപങ്ങൾ പൊറുക്കും. ആ ദുആഇന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും എല്ലാ സൃഷ്ടികൾക്കും വിശാലമായ നിന്റെ അനുഗ്രഹം മുൻനിർത്തി, നിന്റെ കാരുണ്യം മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, നീ എനിക്ക് പുറത്തു നൽകണേ അല്ലാഹ്, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഇതാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ ദുആ. പൊറുക്കലിനെ തേടലാണ് ഏറ്റവും വലിയ ദുആ. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആ ഏതാണ്? പൊറുക്കലിനെ തേടലാണ്. എപ്പോഴാണ് നമ്മൾ ആ തേടുന്നത്? നമ്മൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അല്ലാഹു പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിച്ച്, നമ്മൾ നടന്ന്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഭക്ഷണം ആഗ്രഹമില്ലായിട്ടല്ല, പാനീയങ്ങൾ ആഗ്രഹമില്ലായിട്ടല്ല, അത് എടുക്കാനോ കുടിക്കാനുള്ള ആഫിയത്തില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അവനെ വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിച്ച് പിന്നീട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ഈ പൊറുക്കലിനെ തേടലുണ്ടല്ലോ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണേ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ദുആഇനെ കൊണ്ടുവരണേ, ഈ ദുആഇനെ നിങ്ങൾ കൊണ്ടുവരണേ. അള്ളാഹുവേ, ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞു വന്നുപോയ പാപങ്ങള്, അറിയാതെ വന്നുപോയ പാപങ്ങള് നീ പുറത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അടുത്ത അമലേതാണ്? ഇൻഷാ അല്ലാഹ് ഈ മഗ്ഫിറത്തിന്റെ പത്തില് നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാറുകള്, പാപമോചനം തേടണം മുഅ്മിനീങ്ങളെ. ധാരാളം ഇസ്തിഗ്ഫാറുകൾ കൊണ്ടുവരണം. ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി കൊണ്ടുവരേണ്ട 10 മഗ്ഫിറത്തിന്റെ 10, പാപങ്ങൾ പൊറുക്കുന്ന 10. ധാരാളം ഇസ്തിഗ്ഫാർ നമ്മളെ മജ്ലിസ് കാണുന്നവർക്കറിയാം. നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലി, ദിക്റ് ചൊല്ലിയിട്ടാണ് നമ്മളെ ദുആ. എന്നും രാവിലെ 5:45 മജ്ലിസ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണാത്ത ആളുകൾ, പുതുതായി നമ്മളെ മജ്ലിസ് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് 5:45 മജ്ലിസിൽ എന്നും നിങ്ങൾ പങ്കെടുക്കാം. നിങ്ങളൊരു മുറാദ് കരുതിക്കൊണ്ട് ആ മജ്ലിസിൽ പങ്കെടുത്തു നോക്ക്. ധാരാളം ആളുകൾക്ക് വലിയ ഫലം ലഭിച്ച, ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച മജ്ലിസാണ്. ഞാനിത് പറയാൻ കാരണം, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ് ഇരിക്കുന്ന സമയത്ത് ധാരാളം ആളുകളാണ് അനുഗ്രഹങ്ങൾ അറിയിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച അമലാണ്. ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച വലിയ മജ്ലിസാണ് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസ്. കാരണം എന്താ? മഹാന്മാരായ സാദാത്യങ്ങളെ നോട്ടവും കാവലുള്ള മജ്ലിസായത്.
അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്തിഗ്ഫാർ? ഏതാണ് എൻ്റെ മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള ഇസ്തിഗ്ഫാർ? മറ്റൊരു ഇസ്തിഗ്ഫാർ അല്ല, നമ്മൾ പതിവായി ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ. ഒരു 10 എണ്ണം ചൊല്ലിയാൽ മതി. ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി. ഏതാ ഇസ്തിഗ്ഫാർ? അറിയുന്ന സാധാരണ നമ്മൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ. ഏതാണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഈ ഇസ്തിഗ്ഫാർ ഒരു 10 തവണ ചൊല്ലിയാൽ 5 മലക്കുകൾ ഈ ദിക്ർ ചൊല്ലിയ കൂലി, ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയ കൂലി നമുക്ക് കിട്ടും. ഏതാണ് ഒന്നാമത്തെ മലക്ക്? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം? അമ്പിയാക്കൾക്ക് വഹി എത്തിച്ചു കൊടുത്ത മലക്കാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളിൽ വലിയ പ്രധാനിയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഈ ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കിട്ടും. കരഗതമാക്കണോ? ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്. പിന്നീടോ മീകായിൽ അലൈഹിസ്സലാം ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കിട്ടും. ആരാണ് മീകായിൽ അലൈഹിസ്സലാം? കാറ്റ്, ഇടി, മിന്ന്, മഴ വർഷിപ്പിക്കുന്ന മലക്കാണ് മലക്ക് മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കരഗതമാക്കണോ എൻ്റെ മുഅ്മിനീങ്ങളെ? ഈ ഇസ്തിഗ്ഫാർ ഒരു 10 പ്രാവശ്യം നീ ചൊല്ലി നോക്ക്. പിന്നേതാണ് മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. സൂറെന്ന കാഹളത്തിൽ അല്ലാഹു ഊതാൻ ഏൽപ്പിച്ച മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഈ ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കിട്ടും എൻ്റെ മുഅ്മിനീങ്ങളെ. പിന്നേതാണ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. ആരാണ് അസ്റായീൽ? റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം ഈ ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കിട്ടും. അത് നമുക്ക് വേണ്ടേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഇൻഷാ അല്ലാഹ് മലക്കുകൾ ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കരഗതമാക്കണോ എൻ്റെ മുഅ്മിനീങ്ങളെ? ഈ ദിക്റിനെ പതിവാക്കിക്കോ, ഈ ദിക്റിനെ ചൊല്ലിക്കോ. അല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. പിന്നെ ഏതാണ് മലക്ക് ഏതാണ്? അല്ലാഹുവിന്റെ അർശില്ലേ, അല്ലാഹുവിന്റെ സിംഹാസനമില്ലേ, അത് ചുമക്കുന്ന മലക്ക്. ആ മലക്ക് ചൊല്ലിയ കൂലി അല്ലാഹു നമുക്ക് നൽകും. ആ മലക്ക് ചൊല്ലിയ കൂലിയും അല്ലാഹു നമുക്ക് നൽകും. ഏതാണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം. എന്ത് പണിയുണ്ടോ? ഈ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നമുക്ക് പണിയുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അധികരിപ്പിക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ പുണ്യമാക്കപ്പെട്ട മഗ്ഫിറത്തിന്റെ 10 ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്ക്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. പാപങ്ങൾ അല്ലാഹു പൊറുക്കും. നമ്മളെ ഇടങ്ങേറുകൾ, മുസീബത്തുകൾ, ബലാഅകൾ, ടെൻഷന്, മാനസിക വിഭ്രാന്തി, മാനസിക പിരിമുറുക്കം, മാനസിക അസ്വസ്ഥത അല്ലാഹു നീക്കിത്തരും. എന്തുകൊണ്ട്? ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. അതല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, മല്ലസിമൽ ഇസ്തിഗ്ഫാറ. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ കൊണ്ട് നടന്നാൽ, അത് ധാരാളമായി ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീകിൻ മഹ്റജാ. അല്ലാഹു തുറസായ ഗുഡ്സായ കാര്യങ്ങളൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ഈ ദുനിയവിയായ കാര്യമാണെങ്കിലും, ഖബറിന്റെ ഗുഡ്സാണെങ്കിലും, നാളെ ആഖിറത്തിന്റെ ഗുഡ്സാണെങ്കിലും, പ്രയാസമാണെങ്കിലും അല്ലാഹു തീർത്തു നൽകുമെന്ന് ഞാൻ പറഞ്ഞതല്ല, മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്. പിന്നെയും ഹബീബായ തങ്ങൾ പറയാണ്, ഇസ്തിഗ്ഫാർ ആരെങ്കിലും ചൊല്ലിയാൽ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ഏത് കാര്യത്തിലാണോ നമ്മൾ ടെൻഷൻ ആകുന്നത്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, ഏത് കാര്യത്തിലാണ് നമ്മൾ ടെൻഷൻ ആകുന്നത്, ബേജാറാവുന്നത്, വിഷമം അനുഭവിക്കുന്നത്, അല്ലാഹു അത് തീർത്തു നൽകും. കടം കൊടുക്കാനുണ്ട്, അതിലിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ധാരാളം ലക്ഷക്കണക്കിന് കടണ്ട്, അത് കൊടുക്കാനുണ്ട്, അവർ ചോദിച്ചു വരുന്നുണ്ട്, അതിലിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്. എന്നാൽ ഇസ്തിഗ്ഫാർ നീ അധികരിപ്പിച്ചോ, ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി നൽകുമെന്ന്
മുത്തളീമുത്ത് മുഹമ്മദ് മുസ്തഫ ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റിയ ഏറ്റവും ഒരു കൊല്ലത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റിയ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ടൈമിലാണ് നമ്മളുള്ളത്. ഏത് സമയമാണത്? ഏതാണ് സമയം? മഅഫിറത്തിന്റെ 10 പാപങ്ങൾ പൊറുക്കുന്ന അല്ലാഹ് പറഞ്ഞ 10. ഇതല്ല, ഇതിനും വലിയ ടൈം നമുക്ക് ഇനി വരും എൻ്റെ മുഅ്മിനീങ്ങളെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ. ഈ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം ധാരാളമായി നിങ്ങൾ ചൊല്ലണേ. പിന്നെയും ഹബീബായ തങ്ങൾ പറയാണ്, ഹദീസിലൂടെ പറയാണ്, ഇത് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ ഈ ഹദീസിനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആ മനുഷ്യന് അല്ലാഹു എല്ലാ ബർക്കത്തും അല്ലാഹു കൊടുക്കും. ഇത് ഫാത്തിമ ചൊല്ലുകയാണെങ്കിൽ, നഫീസ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കും. അബൂബക്കറും മുഹമ്മദും ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കുമെന്ന് ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവരെ മക്കളിൽ, അവരെ വീടിൽ, അവരെ ജോലിയിൽ, അവരെ ബിസിനസ്സിൽ, അവരെ കച്ചവടത്തിൽ, എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് കൊടുക്കുമെന്ന് എന്ത് ചൊല്ലിയാൽ? ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. 10 ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയാൽ മതി. 10 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഇത്തരം കാര്യങ്ങളും കിട്ടും. പിന്നെയോ ഈ 5 മലക്കുകൾ ദിക്ർ ചൊല്ലിയ കൂലി നമുക്ക് കിട്ടും. ഈ 2 അമലുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുറുകെ പിടിക്കണേ. ഈ സയ്യിദിയ മജ്ലിസ് കാണുന്ന എല്ലാവരും ഈ 2 അമലിനെ മുറുകെ പിടിക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് പാപങ്ങൾ നൽകണേ. അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ. അല്ലാഹ് ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ. അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഞങ്ങൾ നോറ്റ നോമ്പിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ കബൂലാക്കണേ. അല്ലാഹ് ഇനിയും റമളാനിൽ പങ്കെടുക്കാനും ധാരാളം അമലുകൾ ചെയ്യാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ഇൻഷാ അല്ലാഹ് ചൊല്ലുന്ന കമന്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, മജ്ലിസ് കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്ത് ഇൻഷാ അല്ലാഹ് കൂടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ മജ്ലിസും കാണുക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ രാവിലെയുള്ള മജ്ലിസ് 5:45 മജ്ലിസ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ മജ്ലിസിൽ പങ്കെടുക്കണം. ഒരു മുറാദ് കരുതിക്കൊണ്ട് ആ മജ്ലിസിലുണ്ട് ഇരുന്നോക്ക്. ഒരു മജ്ലിസിലല്ല, എല്ലാ മജ്ലിസിലും ഇരിക്കുക. നിന്റെ മുറാദ് അത്ഭുതകരമായിട്ട് ഹാസിലാവുന്നതാണ്. നമ്മൾ വിളിക്കുന്നത് ഹബീബായ തങ്ങളെ മേൽ വിളിക്കുന്ന ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന മജ്ലിസ്, മഹാന്മാരായ ഔലിയാക്കളെ മേൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന മജ്ലിസ്, ധാരാളം ഇസ്തിഗ്ഫാർ, ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലി കൂട്ടമായിട്ടുള്ള ദുആ. അതിലൊരു ആബിദായ ആള്, അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾ ആമീൻ പറഞ്ഞാൽ നമ്മളെ ഇരുത്തം മുതലായി. അതാൻ പറയുന്നത് എല്ലാ മജ്ലിസിലും പങ്കെടുക്കുക, എല്ലാ മജ്ലിസിലും പങ്കെടുക്കുക. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.